യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് പുതുജനനം, വീണ്ടും ജനനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിവതും വേഗം ഈ വിഷയം വീണ്ടും ജനനം എന്നുള്ള വിഷയം, ഇത് വീണ്ടും ജനനം എന്നുള്ളത് എത്ര ക്ലാസ്സുകൾ എടുത്താലും അവസാനിക്കാത്ത വിധത്തിലുള്ള ആത്മീക ആഴങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാനിപ്പം അത് ഒന്ന് സംക്ഷേപിച്ച് ഇന്ന് ആ വിഷയം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓർത്തതുപോലെ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ നടക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നു, നമ്മൾക്കൊരു പുതുജീവൻ, ആ ജീവന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതുജീവിതം നമുക്ക് ലഭിക്കുന്നു. തടസ്സം വല്ലതും ഉണ്ടോ? ഇല്ല സാർ, നോ, ഇറ്റ്സ് ഓക്കേ. ഓക്കെ, സിസ്റ്റത്തിൽ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇല്ല സാർ, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ട് കേൾക്കാം. താങ്ക് യു. അപ്പോ പുതുജീവനും ജീവിതവും നമ്മൾക്ക് ലഭിക്കുന്നു. മൂന്നാമത് നമ്മൾ കണ്ടത് ദൈവഭവനത്തിലെ അവകാശികളായ പുത്രീപുത്രന്മാരായി തീരുകയാണ്. കേവലം മക്കളല്ല, പുത്രത്വം നമ്മൾക്ക് ലഭിക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം വിശദമായിട്ട് തന്നെ ചിന്തിക്കുകയുണ്ടായി. ഈ പുതു ജീവിതം എന്ന് പറയുമ്പോൾ, വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ, അതിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് കുറഞ്ഞത് 5 വിധത്തിൽ പുതുജീവന്റെ പ്രകടനം ഉണ്ടാകും. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ആ ജീവിതം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. എ ലൈഫ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഇത് നമ്മൾ ചിന്തിച്ചത് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിൽ നിന്ന് ജനിക്കുക, അതാണ് വീണ്ടും ജനനം. ദൈവത്തിൽ നിന്നുള്ള ജനനമാണ് വീണ്ടും ജനനം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം നോക്കട്ടെ. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നതിന്റെ അടയാളം, the evidences of the new birth, the evidences of the new birth. പുതുജനനത്തിന്റെ അടയാളങ്ങളിൽ ആദ്യത്തേത്, ഒന്നാമത്തേത്, അവർക്കൊരു വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നോക്കിയ 1-ാം വാക്യം നോക്കിയേ. ദൈവത്തിൽ നിന്ന് ജനിച്ചു. ആ ദൈവത്തിൽ നിന്ന് ആരാ ജനിച്ചതെന്ന് നോക്കിയേ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനാണ്. അപ്പോൾ ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം, ആ വ്യക്തിക്ക് ഒരു വിശ്വാസ ജീവിതം ആരംഭിക്കുന്നു, വിശ്വാസ ജീവിതം തുടങ്ങുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴായി ചിന്തിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ ഒരു വാചകത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. രക്ഷ കൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ജനനം കൊണ്ട് അവസാനിക്കുന്നതല്ല വിശ്വാസം. നോക്കണം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് വീണ്ടും ജനനത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്?
അതിന് വല്ല കർമ്മമുണ്ടോ? അതിന്റെ പ്രോസസ് എന്താണ്? വീണ്ടും ജനനം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു? ഇത് ആർക്ക് സംശയം ഉണ്ടായി? നിക്കോദെമാസിന് സംശയം ഉണ്ടായി. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് രണ്ടാമതും ജനിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് അത് ലളിതമാക്കി കൊണ്ടുവന്നിട്ട് ഒടുവിൽ പറയുന്നു, നോക്കിയേ, 15ഉം 16ഉം വാക്യങ്ങൾ. 3-ന്റെ 15, 16 വാക്യങ്ങൾ. യോഹന്നാൻ 3-ന്റെ 15ഉം 16ഉം വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ബൈബിളിൽ നോക്കുന്നില്ലയോ? ബൈബിള് ശ്രദ്ധിക്കുന്നുണ്ടോ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്തുണ്ട്? നിത്യജീവനുണ്ട്. നിത്യജീവൻ എപ്പോഴാ കിട്ടുന്നത്? അവനിൽ വിശ്വസിക്കുമ്പോഴാണ്. ഇനി 16-ാം വാക്യം വളരെ ക്ലിയർ ആണ്. 16-ാം വാക്യം എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ വീണ്ടും ജനിക്കുന്നത്. വളരെ ലളിതമായി കർത്താവ് പറയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പുതുജന്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതെന്തുമാണ്, ഇത്രയൊക്കെ കഠിനമാണോ കട്ടിയാണോ എന്നൊക്കെ ചിന്തിച്ചു അല്ലേ? പക്ഷെ വീണ്ടും ജനനം നടക്കുന്നത് കർത്താവ് ലളിതമാക്കി പറഞ്ഞു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അപ്പോൾ ജീവൻ കിട്ടുകയാണ്, നിത്യജീവൻ കിട്ടുകയാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഈ വിശ്വാസം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. എന്ത് ചെയ്യാണ്? വിശ്വാസത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. വിശ്വാസത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നുവരെ ഈ വിശ്വാസം തുടരണം? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ വിശ്വാസം തുടരുക. രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കപ്പെടുകയാണ്, വീണ്ടും ജനിക്കുക. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ഒരു ദൈവപൈതൽ വിശ്വാസത്താൽ ജീവിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിലെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ? വിശ്വാസ ജീവിതത്തിന് വലിയ പ്രാധാന്യമില്ല. എന്താ? കാശുണ്ട്, ഹോസ്പിറ്റലിൽ അടുത്തുണ്ട്, മരുന്നുണ്ട്, ഡോക്ടേഴ്സുണ്ട്, ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്, എല്ലാവിധമായ ജീവിത സൗകര്യമുണ്ട്. അപ്പൊ പിന്നെ വിശ്വാസത്തിന്റെ വലിയ ആവശ്യകതയൊന്നും ഇല്ല. പക്ഷെ ദൈവം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കും കേട്ടോ. ദൈവം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കും. എങ്ങനെയാ? നീ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ എന്ന് ദൈവം എന്നെ പാഠം പഠിപ്പിക്കും. ഞാന് ബൈബിളിലെ ഒരു വചനം ഉദ്ധരിക്കാം. എന്താ? റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അത് പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്ന വചനമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവൻ കിട്ടുന്നു, നിത്യജീവൻ കിട്ടുന്നു വിശ്വാസം. പിന്നെന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസത്താൽ ജീവിക്കുന്നു, കാഴ്ചയാലല്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം എന്താ? കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് വിശദീകരിക്കാൻ നിന്നാൽ ഈ പഠനം ഇവിടെ എങ്ങും നിൽക്കത്തില്ല കേട്ടോ. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെ തുക വിശ്വാസമാണ്. ഞാൻ ഒരു പഠന ഭാഗം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം. അവിടെ ഭക്തരുടെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവഭക്തരുടെ ജീവിതം.
ആ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിശ്വാസമാണ്. വിശ്വാസമാണ്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം വരുന്ന പുരുഷന്മാർ മാത്രമുള്ള ഒരു സമൂഹം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാടിനെ കൊന്ന് അതിന്റെ രക്തം അവർ താമസിക്കുന്ന കൂടാരത്തിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും ഉറുപ്പടിമേലും പുരട്ടിയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ആരാ വിശ്വസിക്കുക? പക്ഷെ അതാ വിശ്വാസം, അതാണ് അവരെ രക്ഷിച്ചത്. ഇനിയും ഞാൻ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകാൻ നിവൃത്തിയില്ലല്ലോ. ചെങ്കടലിന്റെ കരയെ വന്നു, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ചെങ്കടലിന്റെ കരയെ വന്നു. ദൈവം തമ്പുരാൻ പറഞ്ഞു, പുറകിൽ നോക്കിയപ്പോൾ സൈന്യം വരികയാണ്, ഫറവോന്റെ സൈന്യം. ഇരുവശത്തും, ഞാൻ ആ ഭാഗം പോയി കണ്ടതാണ്, ഇരുവശത്തും മതിലുപോലെയുള്ള വലിയ മലകളാണ്. തൊട്ടു മുമ്പിൽ ചെങ്കടൽ കിടക്കുകയാണ്, കടൽ കിടക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? മോശയെ വിളിച്ചേച്ച് പറയാം, നിന്റെ വടിയെടുത്ത് കടലിന്റെ നേരെ നീട്ടാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, ഒരു കടലിന്റെ നേരെ വടി നീട്ടിയാൽ കടലിൽ കൂടെ വഴി ഒരുങ്ങുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചേ. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഒരുണക്കക്കമ്പെടുത്ത് കടലിന്റെ നേരെ നീട്ടാൻ പറഞ്ഞാൽ ഇന്നത്തെ മോശമാരാണെങ്കിൽ എന്നാ ചെയ്യും? അക്കരെ കിടക്കണോ ഇത് ചെയ്യണം? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അവിടെ മുതൽ അങ്ങോട്ട് പോയാൽ ഒരു പെട്ടകവും എടുത്തുകൊണ്ട് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോ ആ വെള്ളം 2ആയിട്ട് മാറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതിലിന്റെ ചുറ്റും നടന്നാൽ ആ മതില് വീഴും എന്ന് ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുക. സ്തോത്രം. ഞാൻ അവിടെ അങ്ങ് നിർത്തുക കേട്ടോ. ഇതാണ് വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന്റെ ജീവിതം, വിശ്വാസ ജീവിതം. വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ തുടർന്ന് 11-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം, അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്നാണ്. ഇതാണ് പുതുജനനത്തിന്റെ അടയാളം. ഒരു വ്യക്തി വീണ്ടും ജനിച്ചവനാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം. ഞാൻ അത്രയും പറഞ്ഞു നിർത്തട്ടെ. ആ വ്യക്തിക്ക് ഒരു വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ അനുസരണം ഉണ്ടായിരിക്കും. അനുസരിക്കാത്തത് വിശ്വാസമല്ല. ഞാൻ ആ പോയിന്റിലേക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ. അബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. എന്താ ചെയ്തു? വിട്ടു, പുറപ്പെട്ടു. വിശ്വസിച്ചുകൊണ്ട് കൈയും കൂപ്പി അവിടെ ഇരിക്കുകയല്ല, വിട്ടു പുറപ്പെടുക. വിശ്വാസത്തിന്റെ അനുസരണം. ഇതിനൊക്കെ ബൈബിളിൽ വചനമുണ്ട്. അപ്പൊ ഞാനത് അവിടെ നിർത്തട്ടെ. ഒന്ന്, പുതുജനനത്തിന്റെ ഒന്നാമത്തെ അടയാളം അവർക്കൊരു വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം യോഹന്നാന്റെ 1-ാം ലേഖനം തന്നെ. നമ്മൾ ഇന്ന് ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ തിരിച്ചറിയാനുള്ള അടയാളം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങൾ ഒന്ന് നോക്കി പോവാണ്. 5 അടയാളങ്ങളിൽ ഒന്ന്, ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ അവർക്കൊരു വിശ്വാസ ജീവിതം ഉണ്ടായി. 2, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഞാൻ വചനം വായിച്ച് മാത്രം വിടാം. 3-ാം അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ എങ്ങനെ തിരിച്ചറിയാം? വീണ്ടും ജനിച്ചു എന്ന് എങ്ങനെ അറിയാം? രണ്ടാമത്തെ അടയാളം എന്താ? അവർ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. എ ലൈഫ് ഓഫ് ഹോളിനെസ്. ഒന്ന്,
വിശ്വാസ ജീവിതം അവർക്കുണ്ടായിരിക്കും. രണ്ടാമത്തത് വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ? ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചു നമ്മുടെ ജനനം വഴി. രണ്ട്, നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി, അല്ലേ? ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി. ഇനിയും നമ്മളെ ആ കുടുംബത്തിൽ നിന്നും ആ രാജ്യത്തിൽ നിന്നും പുറത്താക്കാൻ, ഞാൻ പറഞ്ഞ ആ വാക്ക് അവിവേകമല്ല, ദൈവം വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. കാരണം നമ്മൾ ആ രാജ്യത്തിലെ പ്രജകളാണ്, ആ വീട്ടിലെ മക്കളെന്നല്ല, ആരാ? അവകാശികളായ പുത്രന്മാരാണ് നമ്മൾ. ഇത് നമ്മൾ ആർക്കോടൊന്ന് പുറത്താക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയും ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയും ജീവിക്കാൻ അനുവാദമുണ്ടോ? നോക്കേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള അടയാളം അവൻ പാപം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവനൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കേട്ടോ? പാട്ടും പ്രാർത്ഥനയും കൈകൊട്ടും ഹല്ലേലൂയ സ്തോത്രവും പ്രസംഗവും വചനപഠനവും ഇതല്ല. രക്ഷിക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ചവർ ഇതെല്ലാം ചെയ്യണം. പക്ഷെ വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ അടയാളം അവർക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. ഞാൻ ഈ വിശുദ്ധ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്കൊന്നും പോകുന്നില്ല. പാപത്തെ പാപമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല ഇന്ന് പലരും പാപം ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. പാപത്തെ പാപമാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല പലരും പാപം ചെയ്യുന്നത്, മറിച്ച് ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ലോക മനുഷ്യരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളായ നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ഇന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങള് ഒരു പ്രത്യേക മീറ്റിംഗ് കൂടി പറഞ്ഞു, പത്രം വായിക്കാൻ പറ്റുമെന്ന് ഒരു സഹോദരി ചോദിക്കുക. ഇപ്പോഴ് ന്യൂസ് പേപ്പർ നമുക്ക് വായിക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കി. പത്രം നമ്മൾ കുറക്കെ വായിക്കാൻ പറ്റില്ല. ഈ സമൂഹം അത്രയ്ക്ക് വഷളായിത്തീർന്നു. എന്നാൽ ദൈവമക്കൾക്ക് നന്നായിട്ടറിയാം അവരുടെ ജീവിതം എന്താണ്, അവരുടെ ജീവിതശൈലി എന്താണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ 14-15 വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:14-15. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരാ ദൈവം. ഞാൻ അവിടെ നിർത്തട്ടെ. ഈ വിശുദ്ധ ജീവിതം എന്നുള്ള വിഷയം ഈ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് പറ്റുകയില്ല. ഞാനിപ്പോ അത് പറഞ്ഞു വിടുക. പുതുജനനത്തിന്റെ, വീണ്ടും ജനനത്തിന്റെ രണ്ടാമത്തെ അടയാളം അവർക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. ഈ 3-ാം അധ്യായത്തിൽ തന്നെ നിങ്ങൾ തുടർന്ന് വായിച്ചാൽ അറിയാം, പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകനാണ്. ദൈവത്തിന്റെ മക്കളെയും പിശാചിന്റെ മക്കളെയും തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ കൃത്യമായി പറയുന്നത് എന്താണെന്നറിയാമോ? പിശാചിന്റെ മോനെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? അവൻ പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ പുത്രന്മാരെ, ദൈവ കുടുംബാംഗങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവർ പാപത്തെ തിരിച്ചറിയുന്നു, പാപം ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി ഇതിന്റെ വേറെ ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ അവിടോട്ടൊന്നും പോകുന്നില്ല. മൂന്നാമതായിട്ട്, ഒന്ന് വിശ്വാസ ജീവിതം. അവർക്കൊരു വിശ്വാസ ജീവിതമുണ്ട്. 2, വീണ്ടും ജനിച്ചവർക്കൊരു വിശുദ്ധ ജീവിതമുണ്ട്. 3, 2-ാം അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, അഥവാ പുതുതായി ജനിച്ചവൻ, വീണ്ടും ജനിച്ചവൻ. നോക്കിയേ, 2-ന്റെ 29 ഒടുവിലത്തെ വാക്യം.
ഈ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നീതി ചെയ്യുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ലേ. പാപം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അഥവാ വീണ്ടും ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അത് നെഗറ്റീവായിട്ട് പറയുന്നത്. എന്നാൽ പോസിറ്റീവായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? പാപം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യുന്നു? അവർ നീതി ചെയ്യുന്നവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ഒക്കെയും നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഞാൻ നമ്മുടെ റോമാലേഖനത്തിന് ക്ലാസ് എടുത്തപ്പോൾ ഇത് നല്ല ശക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞിരുന്നു. എത്ര പേരത് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റോമാലേഖനം 6-ാം അധ്യായമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ആ കാര്യം ചിന്തിച്ചതാണ്. നീതിയുള്ള ജീവിതം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഒറ്റ വാക്കിൽ പറയട്ടെ, ലോകനീതിയും ദൈവനീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊരു ആഴത്തിലുള്ള ഒരു പഠനമാണ്. മണിക്കൂറുകൾ എടുത്ത് പഠിക്കേണ്ട പഠനമാണ്. ഏതാ? നമ്മൾ ലോകനീതിയെ പിന്തുടരുന്നവരല്ല. അതാണ് കർത്താവായ യേശു ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത്. എന്താ? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. മത്തായി 5:20. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രികളുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. കണ്ടോ? ലോകനീതിയും യേശുവിന്റെ നീതിയും രണ്ടും രണ്ടാണ്. എന്താ ലോകനീതിയും യേശുക്രിസ്തുവിന്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസം? 2 തരം വ്യത്യാസം. ഞാൻ വാക്യങ്ങൾ എടുക്കാൻ അത് മത്തായി 5-ൽ തന്നെ ഉണ്ട്. ഒരാളെ കൊന്നാൽ, ഓർക്കുന്നോ നമ്മൾ പറഞ്ഞത്? ഒരാളെ കൊന്നാൽ ലോകം പറയും നീ കൊലപാതകയാ, നീ ജയിലിൽ പോകണം. എന്നാൽ യേശുവിന്റെ നീതി എന്താ? കൊല്ലണ്ട, സഹോദരനെ പകച്ചാൽ അവൻ കൊലപാതകനാണ്. ഇതാണ് ലോകനീതിയും ദൈവനീതിയും തമ്മിലുള്ള വ്യത്യാസം. ഇനിയും ചിന്തിച്ചേ, ഒരു വ്യഭിചാര കർമ്മം, ആ വാക്കൊക്കെ ഞാൻ പറയുന്നതിൽ ഒത്തിരി പുറകിലാണെന്ന് എനിക്ക് ആ പറയാ വാക്ക് ഇഷ്ടമല്ല. 7-ാം കൽപ്പന ലംഘനം ചെയ്താൽ ഒരാൾ ലോകത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാണ്. എന്നാൽ യേശുവിന്റെ നീതി എന്താണെന്നറിയാമോ? മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ ആ തെറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. എന്താ? ഒരു പാപം ചെയ്യണ്ട, കേട്ടോ, ഒരു പാപം ചെയ്യണ്ട, മറിച്ച് ആ തോന്നൽ, ആ ഇന്റൻഷൻ, ആ മനോഭാവം മനസ്സിലുണ്ടായാൽ മതി. യേശുവിന്റെ നീതി ആ ആളിനെ കാണുന്നത് ആ തെറ്റ് ചെയ്തതായിട്ടാണ്. സ്തോത്രം. ഇതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതി ഇതാണ്. ദൈവത്തിന്റെ നീതി റോമാലേഖനം 6-ൽ പറഞ്ഞിരിക്കുന്ന അതാണ്. എന്താ? പാപത്തിന് മരിച്ചു, എന്തിനു ജീവിക്കുക? നീതിക്ക് ജീവിക്കുക. ഇതാണ് ദൈവനീതി. രണ്ടാമത്, യേശുക്രിസ്തുവിന്റെ നീതിയും ലോകനീതിയും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മതി. നമ്മളെ ആരെങ്കിലും വന്ദനം ചെയ്താൽ നമ്മൾ തിരിച്ചു വന്ദനം ചെയ്യും. അത് ലോകനീതിയാണ്. അത് ചുങ്കക്കാരുടെ നീതിയാണ്. നമുക്കാരെങ്കിലും കൈ തന്നാൽ നമ്മൾ അങ്ങോട്ട് കൈ കൊടുക്കും. നമ്മളോട് ആരെങ്കിലും മിണ്ടിയാൽ നമ്മൾ അങ്ങോട്ട് മിണ്ടും. അല്ലേ? നമ്മളൊക്കെ ഭയങ്കര ഈഗോയുള്ളയാണ്. അവന് വേണമെങ്കിൽ, അവൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഇത് യേശുവിന്റെ നീതി അല്ല പ്രിയപ്പെട്ടു. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതല്ല,
യേശുക്രിസ്തുവിന്റെ നീതി പകയ്ക്കുന്നവരെ ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ്. ഞാൻ അവിടെ ഒരർത്ഥവിരാമം കൊടുക്കുകയാണ്. മലയാളത്തിലെ ആ വാക്ക് ഞാൻ അങ്ങ് പറയുകയാണ്. എന്താ? ഇതാണ് വേദപുസ്തകം പറയുന്ന നീതി. ലൈഫ് ഓഫ് റൈച്ചസ്നസ്, നീതിയുള്ള ജീവിതം. ഒന്ന്, വിശ്വാസ ജീവിതം. രണ്ട്, വിശുദ്ധ ജീവിതം. മൂന്ന്, നീതിയുള്ള ജീവിതം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ അടയാളം. നാലാമത്തെ അടയാളം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള നാലാമത്തെ അടയാളം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കുക. സ്നേഹിക്കുന്നവനല്ല, അതിന്റെ 2-ാം ഭാഗമാണ്, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ 4-ാമത്തെ അടയാളം. വാക്യം പറയുന്നതേ ഉള്ളു കേട്ടോ, എത്ര ആഴത്തിൽ പഠിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നവനാണ്. ഏതാണ് ആ സ്നേഹം? ദൈവ സ്നേഹമാണ്. അഗാപ്പെ ലവാണ്. കേവലം ഇന്ന് ഞാൻ പറയട്ടെ, ആത്മീക ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കാപട്യം ഉണ്ടല്ലോ, അത് കുറച്ചൊന്നുമല്ല, അത് ചെറുതല്ല. വിശ്വാസികൾ എന്ന് പറയുന്ന അനേക വിശ്വസിച്ചവരാണ്, സ്നാനപ്പെട്ടവരാണ്, വേർപാട് അനുഷ്ഠിക്കുന്നവരാണ്, എല്ലാ ആഴ്ചയിലും തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നവരാണ്. പക്ഷേ കപടതയ്ക്ക് യാതൊരു കുറവുമില്ല. നിസ്വാർത്ഥമായ സ്നേഹം അവരുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആത്മീയം പറയുക, മറ്റുള്ളവരോട് പ്രസംഗിക്കുക, തികച്ചും അനാത്മീകതയാണ്. നമ്മൾ പറയുന്ന സുവിശേഷം ഈ ലോകത്തിന് തിരിയാതിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇവിടെയാണ്. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥ സ്നേഹം പ്രകടമാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. എന്താ കർത്താവിന്റെ സ്നേഹം? എന്താ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സ്നേഹം? ആരും പെട്ടെന്ന് ലീവ് ചെയ്ത് കളയരുത് കേട്ടോ. എന്താണ് കർത്താവ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സ്നേഹം? എന്താണ്? ഞാൻ ഒരു വാക്യം, ഈ ഭാഗം മറിക്കരുത്. ഫേസർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം. ഇത് ബ്രദർ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്കൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക വേദഭാഗം, ആരാധിക്കുമ്പോൾ അവർ വായിക്കുന്നതാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കിയേ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. എന്ത് ക്രിസ്തുവിന്റെ സ്നേഹം? ദയവ് ചെയ്ത് ചുവന്ന മഷി ഉണ്ടെങ്കിൽ, ചുവന്ന മഷിയുള്ള പേന കയ്യിലുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ അടിയിൽ വരച്ചിടും കേട്ടോ. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പോൾ എന്ത് ചെയ്യുന്ന? യാഗമായി തീർന്നെന്ന് കണ്ടോ. ഞാൻ ചുരുക്കിക്കൂട്ടി അങ്ങ് പറയാ, യാഗമായി തീർന്നെന്ന്. നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി, തനി നാടൻ ഭാഷ പറഞ്ഞാൽ ചത്താണ് യേശു സ്നേഹിച്ചത്. ഇതാണ് യേശുവിന്റെ സ്നേഹം. പറയാനും പാടാനും വലിയ എളുപ്പമാണ് കേട്ടോ. യേശുക്രിസ്തുവിന്റെ സ്നേഹം ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ, ഞാൻ എളിമയോടെ പറയട്ടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ആ വ്യക്തിയിൽ ആ ജനിപ്പിച്ചവന്റെ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടായിരിക്കും. ഞാൻ 2 കാര്യങ്ങൾ ഈ സ്നേഹത്തോട് ബന്ധപ്പെട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്ന വേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ എന്നുള്ള പുസ്തകം നിങ്ങൾ മിക്കവാറും എല്ലാവരും ശരിയായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതിൽ 2 കാര്യം. ഒന്ന്, ദാനം കൂടാത്ത സ്നേഹം കാപട്യമാണ്. സ്നേഹത്തിന് ദാനമുണ്ട്.
ഞാൻ ഉപയോഗിക്കാത്ത ഒരു പേന വേറൊരാൾക്ക് കൊടുക്കുന്നത്, ആ ബ്രദറെ സ്ഥലക്ക് സഹോദരി ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് കൊണ്ടുപോയിക്കോ. മനസ്സിലായോ? പലരും കൊടുക്കുന്നവരാ, പക്ഷെ എന്താ, അവർക്ക് ആവശ്യമില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്നാൽ ദൈവം തന്നത് എങ്ങനെയാ? ദൈവം തന്നത് ആരെ? ദൈവം തന്നത് എന്താണ്? തന്റെ സ്നേഹം മുഴുവൻ പകർന്നു വെച്ചിരുന്ന തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം, നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് ദാനാത്മകമായ സ്നേഹം. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ആമേൻ പറയണം, സ്തോത്രം പറയണം. ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എനിക്കുള്ള ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായത്, ഞാൻ വളരെ സ്നേഹിക്കുന്നത് ഞാൻ നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്റെ ദാനം എൻ്റെ ജീവിതത്തിൽ പ്രകടമാകുക. രണ്ടാമത്, ദൈവസ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രകടനം എന്ന് പറയുന്നത്, ഒന്ന് ദാനമാണ്, രണ്ട് എന്താ, യാഗമാണ്, സാക്രിഫിഷ്യൽ ലവ്. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ആത്യന്തികമായ അങ്ങേയറ്റത്തെ തലം എന്ന് പറയുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീരുന്നതാണ്. ഞാനില്ലാതെയായി തീർന്നാലും ദൈവത്തിന് സ്തോത്രം, എൻ്റെ സഹോദരങ്ങൾ, മറ്റുള്ളവർ ജീവിക്കണം. എനിക്ക് ഞാന് പ്രഥമ സ്ഥാനം നൽകുന്നതല്ല ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയാ? ഒന്ന്, പുതുജനനം പ്രാപിച്ച ഒരു വ്യക്തി, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു വിശ്വാസ ജീവിതമുണ്ട്. 2, വിശുദ്ധ ജീവിതമുണ്ട്. 3, നീതിയുള്ള ജീവിതത്തിന്റെ ഉടമയാണ്. 4, എ ലൈഫ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു ജീവിതം ഉണ്ടായിരിക്കും. അതാണ് യഥാർത്ഥ വീണ്ടും ജനനത്തിന്റെ അടയാളം. 5ാമത്തെ അടയാളം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഇത് പറഞ്ഞു പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. 5ാമത്തെ അടയാളം, വീണ്ടും ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 5ാമത്തെ അടയാളം. 5ാം അധ്യായം വീണ്ടും നമുക്ക് നോക്കാം. 5ാം അധ്യായത്തിന്റെ 4ാം വാക്യം. 5ാം അധ്യായത്തിന്റെ 4ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എ ലൈഫ് ഓഫ് വിക്ടറി. വീണ്ടും ജനിച്ചവൻ ദൈവത്തിൽ നിന്ന്, കണ്ടോ ഇവിടെ എല്ലാം ആവർത്തിച്ചു വരുന്ന വാക്കേതാ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ? ലളിതമായി പറഞ്ഞാൽ വീണ്ടും ജനിച്ചു, പുതുജനനം പ്രാപിച്ചു. പുതുജനനം പ്രാപിച്ചവന് എന്തുണ്ട്? ജയജീവിതമുണ്ട്. ഒരു ജയജീവിതം ഉണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ വിശ്വാസികളുടെ ജീവിതത്തില് ഈ അനേക സഭകളിൽ ഈ സാക്ഷ്യമുണ്ടല്ലോ, കൂട്ടായ്മയ്ക്കൊക്കെ വരുമ്പോഴും മറ്റ് പല സഭകളിലൊക്കെ സാക്ഷ്യം എന്നതിനെ പറയുന്നത്. എനിക്ക് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സാക്ഷ്യം എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം വേറെ അർത്ഥം. ഈ പലരും പറയുന്ന എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിച്ച്, പ്രത്യേകിച്ച് ഈ ആണ്ടിന്റെ അവസാനത്തെ മീറ്റിങ്ങിനാ, കഴിഞ്ഞ വർഷത്തിലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ വന്നു, ബലഹീനതകൾ ഒരുപാട് വന്നു, പരാജയം ഒരുപാട് വന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കഴിഞ്ഞ വർഷം എനിക്കൊരു വിജയജീവിതം നയിക്കാനെന്ന് ഡിസംബർ മാസം 31-ാം തീയതി സാക്ഷ്യം പറയുന്ന ഒരൊറ്റയാളിനെ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
ഞാൻ കണ്ടിട്ടുള്ളത് മൊത്തം എന്താണെന്നറിയോ? തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. ചെറിയൻ സാറിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ടാ ചിലർ എഴുന്നേൽക്കുന്നത്. തോൽവിയേ ഉള്ളൂ എന്നിലോർക്കുകിൽ കാൽവരിയിലെ വിജയി നീ എൻ കൈപിടിക്കണേ. തോൽവിയേ ഉള്ളൂ എന്റെ ജീവിതം ഓർത്താൽ. പിന്നെ മുതാമ്പാക്കൽ കൊച്ചുകുഞ്ഞുദേശിയുടെ ഒരു പാട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന ഒരേ ഒരു പാട്ടുണ്ട്. എൻ്റെ ജീവിതം മൊത്തം തോൽവിയാണ്, പരാജയമാണ്. എന്നാൽ വീണ്ടും ജനിച്ചവൻ, ഞാൻ അത് ഇങ്ങനെ പറയാം. നമ്മുടെ ഉള്ളിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ആരുടെ ജീവനാണ് നമ്മൾക്ക് കിട്ടുന്നത്? ദൈവത്തിന്റെ ജീവനാ കിട്ടുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ജീവൻ തോൽക്കുന്നതാണോ അതോ കീഴ്പ്പെടുത്തുന്നതാണോ? ഞാൻ ഇങ്ങനെ ഒരു വാചകത്തിൽ പറയാം. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ കണ്ട ഒരു പ്രയോഗമാണ്. അത് നമ്മുടെ ഈ വിഷയത്തോട് ചേരുന്നതായതുകൊണ്ട് ഞാൻ വ്യക്തം. ഒരു ജേതാവിന്റെ ജനനമാണ് എപ്പോ നടക്കുന്നത്? വീണ്ടും ജനിക്കുമ്പോൾ നടക്കുന്നത്. ഒരു ജേതാവ്, മഹാനായ അലക്സാണ്ടറിനെ കുറിച്ച് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരു വലിയ ദിഗ്വിജയിയായിരുന്നു, ജയാളിയായിരുന്നു. ഒരു ദൈവവൈതൽ എന്ന് പറയുന്നത് പുതുജനനത്തോടുകൂടെ, സ്തോത്രം, ആ വ്യക്തിയിൽ ഒരു ജയാളി ഉണ്ടാകുക. ആ ജയാളി ആരാണ്? സ്തോത്രം. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ലായിരുന്നു, നമ്മൾ തോൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ജയിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിജീവനത്തിനുള്ള ശേഷി, അതിജീവന ശക്തി, ശേഷി ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ആ വചനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രയോഗമുണ്ട്. എന്താ? താൻ പറയുന്ന ഒരു പ്രയോഗം 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും എന്ത് ചെയ്യുന്നു? പൂർണ്ണ, മോർ ദാൻ കോൺക്വറേഴ്സ് എന്നാണ് ഇംഗ്ലീഷില്, കേട്ടോ. നാം ഇവയിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കും. ജയത്തിന്റെ ജീവിതമാണ് പുതുജനനത്തിന്റെ ജീവിതം. നമ്മളിത് നേരത്തെയും വേറെ ചില വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തോട് ചേർത്ത് അത് പഠിക്കാതെ പോയാൽ അത് തെറ്റായി തീരും. ആ പഠനം പൂർണ്ണമാകുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് ജയം നമ്മൾക്ക് ആവശ്യമായിരിക്കും. നമ്മൾക്ക് ജയിക്കാൻ കഴിയുന്ന 6 മേഖലകളെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം ജയിക്കേണ്ട 6 മേഖലകൾ. ഞാൻ അതിൻ്റെ പോയിന്റ്സ് മാത്രം, ഇപ്പം പോയിന്റ് എന്നുള്ളത് മലയാളമായിട്ടുണ്ടല്ലോ, എൻ്റെ കുറിപ്പുകൾ മാത്രം, ആശയം മാത്രം ഞാൻ പറഞ്ഞു പോകാം. 1, the victory over the indwelling sin. നമ്മളിൽ വസിക്കുന്ന പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കും. മനസ്സിലായോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയേ. 1 യോഹന്നാൻ 3-ന്റെ 6-ാം വാക്യം എന്താ? അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല, ആരും അവനെ കണ്ടിട്ടുമില്ല. ഈ വാചകത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളിൽ വസിക്കുന്ന പാപം. ഞാൻ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മൾ വീണ്ടും ജനിച്ചു, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി, ദൈവ കുടുംബത്തിലെ അവകാശികളായ മക്കളായി, മക്കളല്ല പിന്നെ പുത്രന്മാരായി, പുത്രിമാരായി.
നമ്മുടെ ജഡം രൂപാന്തരപ്പെട്ടോ? മനസ്സിലായോ? ജഡം രൂപാന്തരപ്പെട്ടിട്ടില്ല. ഈ ജഡത്തിൽ എന്തുണ്ട്? അതിന്റെ അഭിലാഷമുണ്ട്. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്. ജഡത്തിന് അതിന്റെ അഭിലാഷമുണ്ട്. കേട്ടോ? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. അപ്പോൾ നമ്മുടെ ഈ ജഡത്തിൽ നമ്മൾ എത്ര കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മളെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജഡാസക്തി ഉണ്ട്. അതിന്റെ ഏറ്റവും നല്ല വാക്കതാണ് ജഡാസക്തി. മനുഷ്യനിൽ അതുണ്ട്. ജഡത്തിന്റെ താല്പര്യമുണ്ട്. തുറന്നിരിക്കുന്ന കണ്ണ്, തുറന്നിരിക്കുന്ന കാതുകൾ, തുറന്നിരിക്കുന്ന വായ്, പ്രവർത്തിക്കുന്ന കയ്യ്, പ്രവർത്തനശേഷിയുള്ള കാലുകൾ, ഇതെല്ലാം ഉള്ളവനാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ, ഓർക്കണേ, ഈ മനുഷ്യനിൽ ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവനിൽ അധിവസിക്കുന്ന പാപം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഇൻഡ്വെല്ലിംഗ് സിൻ, നമ്മിൽ അധിവസിക്കുന്ന പാപം. അതിനെ ജയിക്കുക, അതിനെ തോൽപ്പിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ജഡത്തെ നമ്മൾ ന്യായപ്രമാണത്തിനല്ല, പിന്നെ കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപത്തെ, അതിന്റെ കർത്തൃത്വം നടത്താൻ നമ്മൾ അനുവദിക്കരുത്. ഒന്ന്, നമ്മളിൽ അധിവസിക്കുന്ന പാപത്തിന്മേലുള്ള ജയം. രണ്ടാമത് നോക്കണേ, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യം. നമ്മൾ 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ വായിച്ചത്. എന്താ 4-ാം വാക്യം? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദ വിക്ടറി ഓവർ ദ വേൾഡ്. ലോകത്തിന്റെ മേലുള്ള ജയം ഒരു വിശ്വാസിക്ക് അനിവേക്ഷണീയമായിരിക്കുന്ന വിജയം ഇവിടെയാണ്. അധീശത്വം ഇവിടെയാണ് വേണ്ടത്. എന്തിലാ? ലോകത്തെ ജയിക്കുക. അടുത്ത വാക്യം, 5-ാം വാക്യം. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ലോകത്തെ വിശ്വാസത്താൽ ജയിക്കുക. സ്തോത്രം. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന വചനം കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. ഈ ലോകത്തെ നമ്മൾ ജയിക്കണം. ഞാനൊരു വാക്കിൽ ഇങ്ങനെ പറയാം, ഈ ലോകം ഒരിക്കലും ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കത്തേയില്ല. നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തകർത്ത് കളയുവാനാണ് ഈ ലോകം ശ്രമിക്കുന്നത്. ഞാൻ ഒരു വാക്കിൽ പറയാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളുണ്ട്. സാത്താൻ ഉപയോഗിക്കുന്ന 3 ശക്തികളുണ്ട് ദൈവമക്കളെ തോൽപ്പിക്കാൻ. അതൊന്ന്, നേരിട്ട് അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ. ഒന്ന് പിശാച് തന്നെയാണ്. 2 നമ്മുടെ ജഡമാണ്, അതാ നമ്മൾ മുമ്പേ ചിന്തിച്ചത്. 3 ലോകം. ലോകം, ജഡം, പിശാച്. കേട്ടോ? ലോകം, ജഡം, പിശാച്. ഇത് 3 നമ്മളെ തോൽപ്പിക്കാൻ ശത്രു ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ഇത് 3-ലും ദൈവമക്കൾ ജയം പ്രാപിക്കും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി 1-2 കാര്യങ്ങൾ കൂടെ ചിന്തിക്കാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 3-മത്,
നമ്മളിൽ അധിവസിക്കുന്ന പാപത്തെ മാത്രമല്ല, നമ്മൾ ചിന്തിച്ചതാണ്, അത് വേറൊരു വിധത്തിൽ ഞാനങ്ങ് പറയുകയാണ്, നമ്മുടെ ജഡത്തെ നമ്മൾ ജയിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. നമ്മളിൽ, നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പാപത്തെ മാത്രമല്ല, നമ്മുടെ ജഡത്തിൽ അധിവസിക്കുന്ന പാപം. പിന്നെ രണ്ടിനെയും നമ്മൾ ജയിക്കാൻ ആവശ്യം. നാലാമത്, വിക്ടറി ഓവർ ദ ഡെവിൾ. പിശാചിന്റെ മേൽ, സാത്താന്റെ മേൽ ജയം പ്രാപിക്കുക. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യം എഴുതിക്കൊള്ളുക. 2-13-14 വാക്യങ്ങൾ. എന്താ? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. ബാല്യക്കാരോട് പറയുക, നിങ്ങള് ദുഷ്ടനെ ജയിച്ചിരിക്കുക. 14-ാം വാക്യത്തിൽ വരുന്നുണ്ട്, അവരോട് തന്നെ പറയുന്നു, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും. ഈ പറയുന്ന ദുഷ്ടൻ ആരാണ്? പിശാചാണ്. സാത്താനെ ജയിക്കുക, അവന്റെ തന്ത്രങ്ങളെ ജയിക്കുക. നമ്മൾ എത്ര ക്ലാസ് പഠിച്ചു പ്രിയപ്പെട്ടവരെ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച്, ആത്മീക പോരാട്ടത്തെ കുറിച്ച് നമ്മൾ എത്ര ക്ലാസ്സുകൾ പഠിച്ചു? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾക്ക് ജയിക്കണം. ആരോടാണ്? പിശാചിനോട്, അവന്റെ തന്ത്രങ്ങളോട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കുറിച്ചിടുക. എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യം അത് വായിക്കുന്നുണ്ട്, ഒന്ന് ഓർത്താൽ മാത്രം മതിയായിരിക്കും. ഞാൻ ഒരു വാക്ക് അതിനോട് ചേർത്ത് പറഞ്ഞിട്ട് അടുത്ത ആശയത്തിലേക്ക് പോകുന്ന, തോറ്റ ശത്രുവാണ്, നമ്മൾ അവനെ പേടിക്കേണ്ട കാര്യം. പലർക്കും പിശാചിനെ പേടി. എന്നാൽ സത്യം എന്താ? കുര്യാച്ചൻ ബ്രദറും ഡോക്ടറും ഒക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. സത്യം എന്തോ? സാത്താന് നമ്മളെ പേടി. ഇതാണ് സത്യം. നമ്മൾ പിശാചിനെ പേടിക്കേണ്ടവരല്ല. നേരെ തിരിച്ച യാഥാർത്ഥ്യം. എന്താ? ചെകുത്താന്, പിശാചിന് ഒരു യഥാർത്ഥ ദൈവത്തിനെ ഭയമാണ്. നമ്മൾ പിശാചിനെ തോൽപ്പിക്കേണ്ടവരാണ്. 5-ാമതായിട്ട്, വിക്ടറി ഓവർ ദ ഫാൾസ് ടീച്ചേഴ്സ്. ദുരുപദേഷ്ടാക്കന്മാരുടെ മേലുള്ള ജയം. 4-ാം അധ്യായം, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കി. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകും. പിന്നെ അവരെ ജയിച്ചു മരിക്കുന്നു. ആരെയാ? 1 മുതലുള്ള വാക്യങ്ങൾ നോക്കി. ആരെയാ ജയിച്ചത്? കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും, ദുരുപദേഷ്ടാക്കന്മാർ, കള്ളപ്രവാചകന്മാരെ ദൈവമക്കൾ ജയിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഞാനും നിങ്ങളും നേരിടേണ്ടി വരുന്നത് ഈ കള്ളപ്രവാചകന്മാരെയാണ്. പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് ഏറ്റവും അധികം തട്ടിപ്പ് ഈ കാലത്ത് നടക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ വിനയത്തോടെ പറയട്ടെ, ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വിഷമം തോന്നുകയാണ്. എന്നാൽ ഇപ്പോൾ പെന്തക്കോസ്ത് ലോകത്തിൽ തന്നെ അനേക ദൈവദാസന്മാർ, വചനം പഠിച്ചിട്ടുള്ള ദൈവദാസന്മാർ അതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ, പൂർണ്ണമായെന്നല്ല, ഒരു പരിധിവരെ ഒരു മാറ്റം പലയിടത്തും ഞാൻ കാണുന്നു. എന്നാൽ ഞാൻ എളിമയോടെ വിനയത്തോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മൾ ശരിക്കും പഠിക്കണം. പഠിച്ച് ദുരുപദേശങ്ങളെയും ദുരുപദേഷ്ടാക്കന്മാരെയും നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയട്ടെ, ഞാൻ നിൽക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഏതാണ്ട് ദൈവവചനത്തോട് 99.99% നീതി പുലർത്തുന്ന
ഒരു സമൂഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്നതും കേട്ടോ, തുറന്ന് ഞാൻ പറയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സമൂഹത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം വളരെയേറെ വിങ്ങുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അറിഞ്ഞോ അറിയാതെയോ ദുരുപദേശ്യങ്ങൾക്കും ദുരുപദേഷ്ടാക്കന്മാർക്കും ഈ സമൂഹത്തിലും അവസരം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ വേദനയോടുകൂടെ എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കട്ടെ, ഈ കാലം ദുഷ്കാലമാണ്. ഇവിടെ ദൈവകൃപയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും സ്വാധീനിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇല്ല, ഇതിനൊന്നിനും വഴങ്ങിക്കൊടുക്കരുത്. പണം ഒടുകൂലത്തെ കാര്യം, പദവി അതും എനിക്ക് വേണ്ട, അവസരങ്ങൾ എനിക്ക് വേണ്ട. എന്താ യേശു കർത്താവിനോട് പിശാച് പറഞ്ഞ്, വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം തരാം കേട്ടോ. പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചിത്തരാമെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഉപദേശം വിട്ടുള്ള ഒരു കാര്യത്തിന് എന്നെ കിട്ടുകയില്ല, ഞാൻ അതിന് തയ്യാറാകത്തില്ല. രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവമക്കളുടെ വിജയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുരുപദേശങ്ങളെയും ദുരുപദേഷ്ടാക്കന്മാരെയും ജയിക്കുക എന്നുള്ളത്. ഇതിന് ഒരുപാട് വചനങ്ങളുണ്ട്. ദൈവം അനുവദിച്ച് നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ അത് ആ സമയത്ത് എടുത്തോളാം കേട്ടോ. അതിനുള്ള അവസരം എന്തായാലും തിങ്കളാഴ്ചത്തെ ക്ലാസ് അതിനുവേണ്ടി മാറ്റിവെക്കാൻ നിവർത്തിയില്ല. ദുരുപദേശങ്ങളുടെ പ്രചാരം, പത്രോസിന്റെ 2-ാം ലേഖനം, യൂദായുടെ ലേഖനം കേട്ടോ, തീമത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, ഇവിടെ എല്ലാം ഈ കള്ള പ്രവാചകന്മാരെയും ദുരുപദേശങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ രേഖ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വാക്കിൽ കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടു, നമ്മൾ ജയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണിത്. ദുരുപദേശങ്ങളെ ദുരുപദേഷ്ടാക്കന്മാരെ ജയിക്കുക. 6-ാമതായി സ്തോത്രം, അത് ഭാവിയിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നതും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ജയമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം. 1 കൊരിന്ത്യർ 15-ന്റെ 57-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഈ ജയം ഏതാ? 15-ാം അധ്യായത്തിലെ വിഷയം എന്താ? വിശ്വാസിയുടെ പുനരുത്ഥാനമാണ്. 58 വാക്യങ്ങളുള്ള ഈ അധ്യായം മുഴുവനും പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സത്യങ്ങളാ പറഞ്ഞത്. സ്തോത്രം. നാം ഒരു ദിവസം മരണത്തെ ജയിക്കാൻ പോവുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ മരണത്തെ ജയിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ മരണത്തെ ജയിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഈ കാര്യത്തിൽ ഒരല്പം പോലും പേടിയില്ല കേട്ടോ, ഒരല്പം പോലും. ചുമ്മാ പറയുകയല്ല കേട്ടോ, ഒരല്പം പോലും പേടിയില്ല. മരണത്തിന്റെ മുഖത്ത് നോക്കി പുച്ഛഭാവത്തോടെ, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം യേശു ക്രിസ്തു മുഖാന്തരം ദൈവം എളിയവനായി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഭയം എന്നെ അലട്ടുന്നേയില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, 1, പാപം നിമിത്തമുള്ള മരണത്തിന്റെ മേൽ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം കിട്ടി. 2, ഇന്ന് അനുദിന ജീവിതത്തിൽ മരണത്തെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പൗലോസ്ലീഹ പറഞ്ഞു ഫിലിപ്പിയർ 1-ൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമായിട്ട് അവർ കാണുകയാണ് കേട്ടോ.
മരണത്തെ പേടിയായിട്ട് ഈയല് പൊയ്യാൻ പാറ്റ പോലെ വിറയ്ക്കുന്ന ആള് വിശ്വാസിയാന്ന് പറയരുത് കേട്ടോ. 3, നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ ജയമുണ്ട്. മരണത്തിന്റെ മേൽ ആത്യന്തിക ജയം. ഞാനിങ്ങനെ പറയട്ടെ, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2 വിധത്തിലാണ്. ഒന്ന്, മരിച്ച് കല്ലറ കിടക്കുന്നവരുണ്ടല്ലോ. യേശു കർത്താവ് വരുമ്പോൾ കാഹളം ധരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അവരൊരു ജയത്തിന്റെ പേര് മുഴക്കും. എന്താ? തിരിഞ്ഞ കല്ലറയെ നോക്കിക്കൊണ്ട്, നീ ഇത്രയും കാലം എന്നെ പിടിച്ചു വെച്ചോണ്ടിരുന്നില്ലേ? വേണ്ട, ഞാനിവിടെ നിന്ന് പോവുക കേട്ടോ. ആ കല്ലറയെ നോക്കി ബൈ ബൈ പറഞ്ഞുകൊണ്ട് അവർക്ക് പോകാൻ സാധിക്കും. ഇനി ഇന്ന് കർത്താവ് ഇപ്പൊ വരുവാണെങ്കിൽ ഞാൻ മരിച്ചോ? ഇല്ല. ഈ കരിയമ്പലാവിലെ ഒരു സെല്ലുണ്ട് കേട്ടോ, ഒരു സെമിറ്ററി ഉണ്ട്. എനിക്ക് പ്രത്യേക കല്ലറയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരും എന്നെ ഓർക്കുകയും സ്മരണയും എല്ലാ വർഷം വന്ന് എൻ്റെ കല്ലറയ്ക്ക് ആരും വരികയൊന്നും വേണ്ട. എന്നെ ആ സെല്ലിൽ തന്നെ വെച്ചാൽ. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ എന്നെ വെക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സെല്ലിനെ നോക്കി, ആ കല്ലറയെ നോക്കി ഞാൻ അറിയിച്ചു, ബൈ ബൈ ബൈ, നിനക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റി? എന്ത് ചെയ്യാൻ പറ്റി? എന്റെ പ്രിയമുള്ളവരെ, ഈ ധൈര്യം ഉണ്ടോ? ഈ ധൈര്യമുണ്ടോ? ഇതാണ് മരണത്തിന്റെ മേൽ വിശ്വാസി അഥവാ വീണ്ടും ജനിച്ചവൻ ആഘോഷിക്കുന്ന വിജയം എന്ന് പറയാം. ഈ 6 വ്യത്യസ്ത മേഖലകളിൽ ഒരു ദൈവവൈതലിന് എന്താ ആഘോഷിക്കാൻ കഴിയും? വിജയം ആഘോഷിക്കാൻ കഴിയും. അപ്പൊ വീണ്ടും ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 5 അടയാളങ്ങൾ. 1, വിരലും മടക്കി ഓർത്തെ. 1, വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കും. 2, വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. 3, നീതിയുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കും. 4, സ്നേഹത്തിന്റെ ജീവിതം ഉണ്ടായിരിക്കും. 5, ജയജീവിതം ഉണ്ടായിരിക്കും. ഇതാണ് വീണ്ടും ജനിച്ചവരുടെ അടയാളം കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന പ്രകടനങ്ങളൊന്നുമല്ല വീണ്ടും ജനനത്തിന്റെ അഥവാ പുതുജന്മത്തിന്റെ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിന്റെ അടയാളം. ഞാൻ ഇനിയും ഒരു 10 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട് ഇനി, ഇല്ലേ? 8:50 ആകണമെങ്കിൽ 10 മിനിറ്റ് ഇനി നമ്മുടെ മുമ്പിലാണ്. ഈ 10 മിനിറ്റ് കൊണ്ട് ഒരു സത്യം കൂടെ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഈ വീണ്ടും ജനനം എന്നുള്ള വിഷയം നമ്മൾക്കിവിടെ ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുക. കർത്താവ് നിക്കോദെമാസിനോട് പറഞ്ഞ ആ പുതുജനനത്തിൽ, വീണ്ടും ജനനത്തിൽ, പ്രത്യേകിച്ചും 3:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ആ പൊതുജനം. 14-ാം വാക്യത്തിൽ പഴയ നിയമത്തിലെ ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. എന്താ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. നോക്കിയവരെന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ചു. പുതിയ എണ്ണം പ്രാപിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കിയാൽ മതി. എങ്ങോട്ട്? കാൽവരിയിലെ ക്രൂശിൽ പാപത്തിന് പരിഹാരമായി സ്വർഗത്തിലെ ദൈവം ഉയർത്തിയ ആ അഗ്നിസർപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ മോശ മരുഭൂമിയിൽ അഗ്നിസർപ്പം പിച്ചർ ആ താമ്ര സർപ്പത്തെ നോക്കിയാൽ അവർ നോക്കുക. ലളിതമാണ്, വിശ്വസിക്കുക. നോക്കുന്നതിന് മുമ്പ് എന്തുണ്ടാവണം? വിശ്വാസം ഉണ്ടാകാൻ നോക്കുക. ആരെങ്കിലും നോക്കണമെങ്കിൽ വിശ്വാസം. അപ്പോൾ ആ ക്രൂശിലേക്ക് നോക്കി വിശ്വാസത്താൽ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന്റെ വീണ്ടും ജനനമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ വിഷയത്തോട് ചേർത്ത് നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്തിലുള്ള 3 വിഭാഗം ആയിട്ട് ദൈവം തിരിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ കാണും. 1, രക്ഷിക്കപ്പെടാത്ത ഒരു പ്രാകൃത മനുഷ്യൻ, എ നാച്ചുറൽ മാൻ, ഒരു പ്രാകൃത മനുഷ്യൻ. നമ്മൾ സാന്ദർഭികമായിട്ട് ഇത് ചിന്തിച്ചിട്ടുള്ളൂ. 2, കാർണൽ മാൻ, ജഡീകൻ. 3, ആത്മീകനായ ഒരു.
ഞാൻ ഇത് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനാണ്. എന്താണെന്നറിയാമോ? നമ്മളിത് മൂന്ന് ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ മൂന്ന് ഭാഗം ആളുകളെ കുറിച്ച് അവരുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ, ജഡീകൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ ആണ്, എന്നാൽ ആത്മീകമായി വളർന്നിട്ടില്ല. അവൻ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ജഡത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവനാണ് ജഡീകൻ. എന്നാൽ വീണ്ടും ജനിച്ച ജനനം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം, ആത്മാവിനാലുള്ള ജനനം. ആത്മാവിനാൽ ജനിച്ചവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ ഇതൊന്ന് ചില വചനങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ച് എഴുതിയിട്ടാൽ മതി, എടുത്തു വായിക്കാനും വിശദീകരിക്കാനും നേരമില്ല. ഒന്ന്, ആത്മീകരെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആരംഭമുണ്ട്. ഏതാ ആരംഭം? അവർ സ്പിരിച്വലി ബോൺ, ആത്മീകമായി ജനിച്ചവരാണ്. അതാണ് ഒരാത്മീകന്റെ ആരംഭം. രണ്ടാമത്, ഒരാത്മീകനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ ലക്ഷണം, ആത്മാവിനാൽ ജനിച്ചാൽ മാത്രം പോരാ, രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, സ്പിരിച്വലി ലെഡ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, ആത്മാവിനാൽ നടത്തപ്പെടുക. മൂന്നാമത്, ഒരു വീണ്ടും ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ അവനൊരു സ്പിരിച്വലി മൈൻഡഡ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ, അവരുടെ മനസ്സ്, അവരുടെ ചിന്ത ആത്മീകമായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ആത്മാവിന്റെ ചിന്തയും ജഡത്തിന്റെ ചിന്തയും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മമനസ്സും ജഡമനസ്സും, ആത്മാവിന്റെ ചിന്ത. പുതുതായി ജനിച്ച ഒരാൾ, ആത്മാവിനാൽ ജനിച്ച ഒരാള്, അവൻ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ചിന്തയുള്ളവനായിരിക്കണം. ആത്മാവ് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കണം. നാലാമത്, സ്പിരിച്വലി റിന്യൂഡ്, ആത്മീകമായി പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ആത്മീകമായി ജനിച്ചു എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കരുത്, ആത്മീയമായ പുതുക്കം ഉണ്ടായിരിക്കണം. 4-ാം അധ്യായം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. പുതുക്കം പ്രാപിക്കുന്ന എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവേൻ, പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. ഇനിയും അവർക്കൊരു മുദ്രയുണ്ട്, ആത്മാവിന്റെ മുദ്രയേറ്റവരാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഇനിയും ആത്മാവിനാൽ ജനിച്ചവർ, ആറാമതായി എഫെസ്യർ 5:18, അവരാത്മനിറവുള്ളവരായിരിക്കും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ആത്മനിറവ് ഉള്ളവരായിരിക്കും. മാത്രമല്ല, അവരാത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കും. ആത്മീകമായ സ്വാതന്ത്ര്യം എല്ലാ രംഗത്തും അനുഭവിക്കുന്നവരായിരിക്കും പരിശുദ്ധാത്മാ അഥവാ ആത്മാവിനാൽ ജനിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം? ആത്മാവിനാൽ ജനിച്ചതുകൊണ്ട് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾക്ക് യാത്ര ചെയ്യാൻ ബഹുദൂരമുണ്ട്, മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ട് നമ്മൾക്ക് യാത്ര ചെയ്യാൻ. അത് ഓർമ്മ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ, യാത്ര തുടരുവാൻ
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാകൃതാവസ്ഥയിൽ നിന്ന് ജഡീകാവസ്ഥയിലേക്ക് വന്ന് ജഡീകരായി ജീവിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ പ്രാകൃതാവസ്ഥയിൽ നിന്ന് ആത്മീക ജനനം പ്രാപിച്ച് ആത്മീകരായി ജീവിക്കുന്ന ആത്മീകരുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ആരാണ്? ഞാൻ വാസ്തവത്തിൽ ഒരാത്മീകനാണ്. ആത്മീകനാണെങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം, ആത്മാവിൽ വളരും, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കും. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആത്മീകമായി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.